മഥുര ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. സർവേ വേണമെന്നും പള്ളി പൊളിക്കണമെന്നുമായിരുന്നു അഭിഭാഷകനായ മഹേക് മഹേശ്വരിയുടെ ഹർജിയിലെ ആവശ്യം. ഭാവിയിൽ ഇത്തരം ഹർജിയുമായി വരരുതെന്നും സുപ്രീംകോടതി താക്കീത് നൽകി. നേരത്തെ അലഹബാദ് ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയിരുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, മേലിൽ ഇത്തരം ഹർജികളുമായി വരരുത് എന്നതടക്കമുള്ള കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി ഇടപെട്ട് നൽകിയ സാഹചര്യം എന്താണ്? വേണു, ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നതും അത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കാലം മുതൽ തന്നെ സുപ്രീം കോടതി പിന്തുടരുന്നുണ്ട്. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സങ്കുചിത താല്പര്യം ആ വിഷയത്തോട് ഉണ്ടാകരുതും എന്നുള്ളതാണ് നിലവിലുള്ള സങ്കല്പം. അതിനെ പ്രഥമദൃഷ്ടിയാ ഖണ്ഡിക്കുന്നതാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ആളുടെ നിലപാട്. ഇത് സുപ്രീം കോടതി വിലയിരുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ, പല കക്ഷികളുടെ നൽകിയ ഹർജികൾ പല കോടതികളിലായിട്ട് ഉണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ, മധുര കോടതിയിൽ ഉൾപ്പെടെ നിൽക്കുന്നതാണ്. ഈ വിഷയത്തിലെ അവിടെയുള്ള ഈ പള്ളിയുടെ ഭാഗം അത് ആരാധനയ്ക്ക് വേണ്ടി അനുവദിക്കണം എന്നുള്ള അതടക്കമുള്ള ഹർജികൾ നിലനിൽക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകൾക്കും നേരത്തെ ചിലതിന് അനുമതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പൊതുതാൽപര്യ ഹർജി വരുന്നതിൻ്റെ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒരു വിധത്തിലും ഈ പൊതുതാൽപര്യം എന്ന വാക്കിന് പോലും ഉചിതമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഹർജികളുമായി മേലിൽ സുപ്രീം കോടതിയിൽ വരരുത് എന്ന താക്കീതോടുകൂടിയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ ഹർജി സമർപ്പിച്ചയാൾ ഇത്തരത്തിലുള്ള ശാസന ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഹർജി പിൻവലിക്കാമെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും വിധത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കോടതി പോകാതിരുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.